ആയുർവേദ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചികിത്സയിൽ പഥ്യമുണ്ടോ, കഷായം കുടിക്കേണ്ടി വരുമോ? ഈ രണ്ട് കാര്യങ്ങളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ഇന്നത്തെ വീഡിയോ വഴി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഡോക്ടർ ഫിർദൗസ് ഇക്ബാൽ, ചങ്ങമ്പള്ളി റെമഡിയം, എടപ്പാൾ. എന്താണ് പഥ്യം എന്ന് ചോദിച്ചാൽ, ആക്ച്വലി നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട ക്രമങ്ങളുമാണ് പഥ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അത് ആയുർവേദ മരുന്നുകൾ ഫലിക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല. നമ്മൾ ആയുർവേദത്തിൽ പ്രധാനപ്പെട്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഒരു രോഗം മാറാൻ പഥ്യം മാത്രം നോക്കിയാൽ ഒരു മരുന്നുമില്ലാതെ രോഗം മാറും. പക്ഷേ പഥ്യം നോക്കാതിരുന്നാൽ എത്ര മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുകയുമില്ല. ഇത് ആയുർവേദത്തിന് എന്നല്ല, ഏത് ചികിത്സാരീതിയാണെങ്കിലും ഈ പറഞ്ഞ കാര്യം സത്യമാണ്. ഇപ്പോൾ നമ്മളൊരു പനിയാണ് നമുക്കത് വെച്ചോളൂ. പനിക്ക് സാധാരണയായിട്ട് പാരസെറ്റമോൾ എല്ലാവർക്കും അറിയാവുന്ന ഓവർ ദി കൗണ്ടർ മെഡിസിനാണ്, എല്ലാവരും വാങ്ങിക്കഴിക്കും. ഈ പനിക്ക് പാരസെറ്റമോൾ കഴിക്കുന്നതിനോടൊപ്പം ഒരുപാട് മഞ്ഞ് കൊള്ളുകയും വളരെയധികം അധ്വാനിക്കുകയും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ ഈ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നതിന് പകരം ചിലപ്പോൾ 10 കഴിക്കേണ്ടി വരും എന്നതായിരിക്കും സ്ഥിതി. മറിച്ച് ഏത് മരുന്നാണെങ്കിലും, ഈവൻ മോഡേൺ മെഡിസിനിലെ പാരസെറ്റമോൾ ആണെങ്കിൽ പോലും ഒരു ഗുളിക കഴിച്ച് അതിനോടൊപ്പം റെസ്റ്റ് എടുത്ത് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ച് മഞ്ഞും വെയിലും ഒന്നും കൊള്ളാതിരുന്നാൽ ഈ പറയുന്ന അസുഖം മാറാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ചികിത്സയോടൊപ്പം കരുതേണ്ട, അതിനു വേണ്ടിയിട്ട് ശരീരത്തിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് പഥ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഇൻട്രാക്ഷൻ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല പല ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് കഷായത്തിൻ്റെ കാര്യവും. ആയുർവേദ ചികിത്സയിൽ കഷായം ഒരു നിർബന്ധമുള്ള കാര്യമല്ല. കഷായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല മരുന്നുകൾ ചേർത്ത് തിളപ്പിച്ച് അതിൻ്റെ സത്തെടുത്ത് അത് വെള്ളത്തിൽ അലിയുന്ന രീതിയിലാക്കി കഴിക്കുന്ന മരുന്നിൻ്റെ ഒരു രൂപം മാത്രമാണ് കഷായം. പക്ഷേ ആയുർവേദത്തിൽ ഒരുപാട് ഗുളികകളും ചൂർണങ്ങളും ലേഹ്യങ്ങളും അരിഷ്ടങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കഷായം തന്നെ ആയുർവേദ ചികിത്സയിൽ നിർബന്ധമാണെന്ന് ഒരു ആവശ്യവുമില്ല. കാരണം കഷായം കഴിക്കേണ്ട ചില രോഗങ്ങളിൽ മാത്രമേ കഷായം കഴിക്കേണ്ടതുള്ളൂ. അതുപോലെ തന്നെ കഷായമാവുമ്പോൾ നമ്മൾ കഴിക്കുന്ന കഷായത്തിന് വെച്ച് കഴിക്കേണ്ട കഷായമാണെന്നാണ് പലരും വിചാരിക്കുന്നത്. ഒരുപാട് മരുന്നുകൾ വീട്ടിൽ തന്നെ വെച്ച് തിളപ്പിച്ച് ആറ്റി കുറുക്കി ഉണ്ടാക്കുന്ന രീതിയായിരുന്നു പഴയ കാലത്ത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കഷായം കുപ്പികളിൽ നിറച്ച് നമുക്ക് കിട്ടുന്നതാണ്. ഈ കഷായത്തിൽ വെള്ളം ചേർത്ത് നിശ്ചിത അളവ് എടുത്ത് വെള്ളം ചേർത്ത് കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ആയുർവേദ ചികിത്സയ്ക്ക് കഷായമോ അതുപോലെ പഥ്യമോ ഒരിക്കലും തടസ്സമാകുന്നില്ല. പിന്നെ പഥ്യത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും വരാം. നമ്മൾ പല രോഗങ്ങളിലും നമ്മൾ മരുന്ന് കഴിക്കുന്നതോടൊപ്പം പഥ്യം ആചരിക്കേണ്ടത് നിർബന്ധം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കൽ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഈ കഷായം അതുപോലെയുള്ള മരുന്നുകളെല്ലാം കഴിക്കുമ്പോൾ ഇതിൻ്റെ ദഹിക്കാനുള്ളൊരു സമയം കൂടുതലെടുക്കുന്നതാണ് പലതരം കഷായങ്ങളും. അപ്പോൾ അരിഷ്ടങ്ങളെ അപേക്ഷിച്ചിട്ട് കഷായത്തിന് ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. ഈ ദഹന പ്രക്രിയയ്ക്ക് തടസ്സമാകുന്ന ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത്. പല രോഗങ്ങളെ അനുസരിച്ചാണ് പഥ്യം നിർദ്ദേശിക്കുന്നത്, അല്ലാതെ എല്ലാവർക്കും ഒരേപോലത്തെ പഥ്യങ്ങളല്ല. ഒരു പഥ്യവുമില്ലാതെ തന്നെ ആയുർവേദ മരുന്നുകൾ കഴിക്കാനും കഴിയുന്നതാണ്. പക്ഷേ അതിൻ്റെ എഫിക്കസി കുറവായിരിക്കും. എന്തുകൊണ്ടെന്നാൽ മരുന്നിൻ്റെ കുഴപ്പം കൊണ്ടല്ല, അത് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് മരുന്ന് കൊടുത്ത് രോഗത്തെ മാറ്റാൻ നോക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഈ രോഗം കൂടാനുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആയുർവേദത്തിൽ പഥ്യം ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നത്. മുമ്പൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾ പഥ്യം പറഞ്ഞാൽ പേഷ്യൻസ് കേൾക്കില്ല, പക്ഷെ നിങ്ങളാവുമ്പോൾ കേൾക്കും. അവർ കരുതുന്നത് പഥ്യം എന്ന് പറഞ്ഞാൽ അത് മരുന്ന് കഴിക്കുമ്പോൾ ആചരിക്കേണ്ട ഒരു കാര്യമാണെന്നാണ്, അല്ലാതെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചേഞ്ചാണെന്ന് അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല.
ഇനി ചില രോഗങ്ങളിലെങ്കിലും ആചരിക്കേണ്ട ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പനിയുള്ളപ്പോൾ അല്ലെങ്കിൽ പനി എന്ന അവസ്ഥ വളരെ കുറച്ചെങ്കിലും ഉണ്ടാവുമ്പോൾ ദഹനം വളരെ സ്ലോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. അതല്ലെങ്കിൽ ചൂടുവെള്ളം മാത്രം കുടിച്ചിട്ട് ചുക്ക്, മല്ലി, ജീരകം ഇതുപോലുള്ള ഏതെങ്കിലും സാധനങ്ങളോ അതല്ലെങ്കിൽ അയമോദകം, നെല്ലിക്ക എന്ന് ഉണക്ക നെല്ലിക്ക ഇങ്ങനെയുള്ള ഏതെങ്കിലും സാധനങ്ങൾ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം മാത്രം കുടിച്ച് നല്ല ദഹന പ്രക്രിയ കംപ്ലീറ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന മരുന്നിനോടൊപ്പം മരുന്നുകൊണ്ട് പനി ഹയർ ലെവലിലേക്ക് പോവാതെ മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസിലേക്ക് പോവാതെ പനി മാറ്റിയെടുക്കാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു കാര്യമുള്ളത് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയുമാണ്. ചെറുതായിട്ട് പനി തോന്നുന്ന സമയത്ത് ചുവന്നുള്ളിയും ഇഞ്ചിയും ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിച്ച് നല്ല റെസ്റ്റും എടുക്കുകയാണെങ്കിൽ പനി വേഗം മാറുകയും അതിൻ്റെ ഉയർന്ന ലെവലിൽ എത്താതെ കൂടുതൽ ഇൻഫെക്ഷൻസിലേക്കൊന്നും പോവാതെ തടയാനും ഇത് സഹായിക്കും. ആയുർവേദത്തിൻ്റെ വീക്ഷണത്തിൽ നോക്കിയാൽ പനികളെല്ലാം തുടങ്ങുന്നത് ഒരു ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന ഒരു ഡിപ്രഷൻ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഏത് തരം ഇൻഫെക്ഷൻ ആയാലും ഡെങ്കു ഫീവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് തരം ഫീവർ ആയാലും ഫസ്റ്റ് സ്റ്റെപ്പിൽ വളരെ കുറച്ച് അണുക്കളെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയുള്ളൂ. ഇത് കൂടുന്നത് ഇതിലുള്ള അപത്യാചരണം കൊണ്ടാണ്. എന്ന് വെച്ചാൽ പഥ്യം എന്നുള്ളതിൻ്റെ വിപരീത പദമാണ് അപത്യം. നമ്മൾ ചെറുതായിട്ട് പനി കാണുമ്പോൾ റെസ്റ്റ് എടുക്കാതെയും ഈ പനി മാറ്റാൻ ശ്രമിക്കാതെയും ഇരിക്കുന്നത് കൊണ്ടാണ് ഏത് തരം അണുബാധയാണ് ബോഡിയിൽ ഏൽക്കുന്നതെങ്കിലും ആ അണുക്കൾ ബോഡിയിൽ പെരുകാൻ സഹായമാകുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യമേ ഒരു രോഗം വരുമ്പോൾ പഥ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ പനി മറ്റൊരു പനിയായി മാറി അതിൻ്റെ ശ്വാസകോശത്തിലും മറ്റ് അവയവങ്ങളിലും ഇതിൻ്റെ ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയയും മറ്റു രോഗങ്ങളും ആവാതിരിക്കാൻ വളരെയധികം സഹായകമാണ് ഇത്തരത്തിലുള്ള ഒരു പഥ്യാചരണം. ഈ ആയുർവേദത്തിൽ പറയുമ്പോൾ ഭക്ഷണത്തിൽ മാത്രമല്ല പഥ്യം ഉള്ളത്. നമ്മൾ റെസ്റ്റ് ഒരു വലിയൊരു പഥ്യമാണ്. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക, വെയിൽ, എക്സ്ട്രീമായിട്ടുള്ള വെയിൽ, അതുപോലെ മഞ്ഞ്, കാറ്റ് ഇവ ഏൽക്കാതിരിക്കുക, ഇതൊക്കെ പഥ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം, ചെറിയൊരു ഇൻഫെക്ഷനുള്ള സമയത്ത് വളരെയധികം കാറ്റ് ഏൽക്കുകയാണെങ്കിൽ പൊടിപടലങ്ങളോട് കൂടിയ കാറ്റ് ശ്വസിക്കുകയാണെങ്കിൽ ഈ ഇൻഫെക്ഷൻ കൂടുകയും നമ്മൾ ചിലപ്പോൾ നമ്മൾ നെയ്സൽ ഏരിയയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ശ്വാസകോശത്തിലേക്ക് കൂടി പടരുകയും ചെയ്യും. അത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പഥ്യം കൊണ്ട് പറയുന്നതെങ്കിലും അതുകൊണ്ടുള്ള ഉപയോഗം വളരെ വലുതാണ്. പിന്നെ പല പേഷ്യൻസും ചോദിക്കാറുണ്ട്, ഞാൻ പഥ്യം ഉണ്ടെങ്കിൽ എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ മൈൻഡിനും നമ്മുടെ ശരീരത്തിനും ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊടുക്കാൻ പോലും തയ്യാറാവാതിരിക്കുന്നത് എന്ന്. കാരണം വലിയൊരു രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വളരെ കുറഞ്ഞ മരുന്നുകളെ കൊണ്ട് രക്ഷപ്പെടാനും ഈ പഥ്യം ഉപകാരപ്രദമാണ്. അപ്പോൾ പഥ്യം പേടിച്ചിട്ട് ആയുർവേദ ചികിത്സ മാത്രമല്ല വെക്കേണ്ടത്. കാരണം ഏത് ചികിത്സാ രീതിയിലും നിങ്ങൾ പഥ്യം പാലിച്ചാൽ മാത്രമേ പൂർണ്ണമായും രോഗശാന്തി ലഭിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരും വിചാരിക്കുന്നത് ആയുർവേദ മരുന്നുകൾ കഴിക്കുമ്പോൾ മത്സ്യമാംസങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ്. അതെല്ലാ രോഗങ്ങളിലും ഇല്ല, അങ്ങനെയില്ല. എരിവ്, പുളി, ഉപ്പ് പൊതുവായിട്ട് നമ്മൾ കുറക്കാൻ പറയുന്നത് ഇത് ദഹന വ്യവസ്ഥയെ വരുത്തുന്ന തകരാറുകൾ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇപ്പോൾ മരുന്നുകളാവുമ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന മരുന്നുകൾ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി മെഡിസിൻസ്. കാരണം പൊട്ടൻസി കൂടുതലാവും. നമ്മൾ ഭക്ഷണം പോലെയല്ല, മരുന്നിന് പൊട്ടൻസി കൂടുതലാണ്. അപ്പോൾ അതിന് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും മോഡേൺ മെഡിസിൻ്റെ കൂടെ ആകുമ്പോൾ ഇതിനോടുകൂടെ എപ്പോഴും റാൻഡാക്ക് പോലുള്ള ഏതെങ്കിലും ഒരു ആൻറ്റാസിഡുകൾ ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ആയുർവേദത്തിലാവുമ്പോൾ അത്തരം
ആൻറ്റാസിഡ്സ് കൊടുക്കാതെ ഭക്ഷണത്തിലൊരു ക്രമീകരണം പറയുന്നതാണ്. അങ്ങനെ ക്രമീകരിക്കുന്നത് വഴി നിങ്ങൾക്ക് ഒരു മെഡിസിൻ്റെ ഉപയോഗം കുറക്കാം കൂടി ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ മത്സ്യമാംസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയുർവേദ ശാസ്ത്രം എന്ന് പറയുമ്പോൾ മത്സ്യമാംസം കഴിക്കാൻ പാടില്ലാത്തൊരു ശാസ്ത്രമല്ല. ആക്ച്വലി അജമാംസ രസായനം എന്നൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ആട്ടിറച്ചി കൊണ്ട്, ആടിൻ്റെ മാംസം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ അതിൽ പറയുന്നത് പിന്നെ അത് കഴിക്കാൻ പാടുണ്ട് എന്നാണ്. അല്ലാതെ ആയുർവേദ മരുന്നിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പാടില്ല എന്നല്ല. പക്ഷെ പലപ്പോഴും ഇത് കഴിക്കരുതെന്ന് പറയുന്നത് ഇതിൽ ചേർക്കുന്ന എരിവും പുളിയും ഉപ്പും എല്ലാം കൂടുതലായതുകൊണ്ടാണ്. കൂടുതൽ മസാലകൾ നമ്മൾ വെജിറ്റബിൾ ഫുഡിൽ ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്തരം ഫുഡിൽ ചേർക്കുന്നതുകൊണ്ടാണ് അത് കഴിക്കേണ്ടതെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഏത് രോഗത്തിലായാലും ആചരിക്കേണ്ട ചില പഥ്യങ്ങളാണ് എരിവ്, പുളി, ഉപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ വറുത്ത് കോരിയ പലഹാരങ്ങൾ, അതുപോലെ ഏത് സാധനങ്ങളാണെങ്കിലും അത് ഒഴിവാക്കാം. പക്ഷെ നിങ്ങൾക്ക് നമുക്കിപ്പോൾ പ്രോട്ടീൻ്റെ കുറവോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ മാംസങ്ങളുടെ സൂപ്പ് മാത്രമായിട്ട് കഴിക്കാം. കാരണം കഷ്ണം കഴിക്കുന്നത് ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. സൂപ്പ് രൂപത്തിലാവുമ്പോൾ നമുക്കതിൽ നിന്നുള്ള പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും, അതേസമയം ദഹിക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ പഥ്യത്തിൻ്റെ കൂടെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഉറക്കം. ശരിയായ ഉറക്കം വളരെ നിർബന്ധമാണ് ഏത് ട്രീറ്റ്മെൻറ്റിലായാലും ഏത് രോഗത്തിലായാലും. അതിൽ പഥ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ പറയുകയാണെങ്കിൽ പകൽ ഉറങ്ങാതിരിക്കുകയും രാത്രി ഉറങ്ങുകയും വേണം. അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ടെൻഷൻ കംപ്ലീറ്റ് ഒഴിവാക്കണം. ഇത്രയും കാര്യങ്ങളാണ് പഥ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.